പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം സങ്കീർത്തനം 119 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ നിയമം. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റ് ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ, അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലജ്ജിതരാകേണ്ടി വരികയില്ല. ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ മരിച്ചുപോയ അമ്മായിയെക്കുറിച്ചാണ്. അമ്മായി എന്ന് പറയുമ്പോൾ അപ്പൻ്റെ പിതാവിൻ്റെ സഹോദരി. ഈ സഹോദരിയെ രോഗശയ്യയിൽ കാണുവാനായിട്ട് പോയതെനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാനും വളരെ യങ്ങാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കട്ടിലിൽ ഇങ്ങനെ എണീറ്റിരുന്നു. എന്നെ വലിയ കാര്യമാണ്. എന്നെ കണ്ടപ്പോഴേക്കും കട്ടിലിൽ എണീറ്റിരുന്നു. എന്നിട്ട് ഒരു പുള്ളിക്കാരത്തി അപ്പോൾ എണീറ്റ് വരുന്ന സമയമാണ്. അപ്പോൾ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല, ഒരു ദൈവവുമായിട്ടുള്ള ഒരു സല്ലാപം. ദൈവമേ, എന്നെ ഇന്ന് പാപമൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. ദൈവമേ, എന്നെ ഇന്ന് പാപമൊന്നും ചെയ്യുവാൻ അനുവദിക്കരുത്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുവാൻ ഇടവരുത്തരുതേ. അത്രയും ഷോർട്ടായിട്ടുള്ള ഒരു ദൈവവുമായിട്ടുള്ള ഒരു സല്ലാപം ഞാൻ പെട്ടെന്നത് ഓർക്കാനായിട്ട് ഇടവന്നു. ഞാൻ പെട്ടെന്ന് ഓർക്കാനായിട്ട് ഇടവരികയും അത് എത്ര പവർഫുള്ളായിരിക്കണം. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഓർക്കണമെങ്കിൽ അത് ഈ വചനത്തിൻ്റെ ഇന്ന് നമ്മൾ പങ്കുവച്ച വചനത്തിൻ്റെ സത്ത അത് തന്നെയാണ്. ദൈവമേ, അങ്ങയുടെ മാർഗം വിട്ട് വേറെ ഒന്നിലേക്കും തിരിയുവാൻ ഇടവരുത്തരുതേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പാതയിൽ മാത്രമാണ് സമാധാനവും സന്തോഷവുമെന്ന് നമുക്ക് മനസ്സിലാകുന്നു, നമുക്കറിയുന്നു, പൂർണ്ണ ബോധ്യം നമ്മൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കർത്താവ് മതി. കർത്താവിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുത്. അങ്ങയുടെ മാർഗത്തിലൂടെ മാത്രം ചരിക്കുവാനുള്ള ബുദ്ധിയും വിവേകവും ദൃഢനിശ്ചയവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ ചിറകിൻ കീഴിൽ എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങളെ രക്ഷിക്കണമേ.
ഞങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.